നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശന വിഷയം സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുന്നു. യുവതീ പ്രവേശന ഹർജികൾ നാളെ പരിഗണിക്കും. 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തുക മതങ്ങളും യുവതീ സ്വാതന്ത്ര്യവും ആവശ്യപ്പെടുന്ന ഹർജികൾ. ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. ശബരിമല യുവതീ പ്രവേശന ഹർജിയിൽ സർക്കാരിന് മുന്നിലും പ്രതിസന്ധി. കോടതിയിൽ നിലപാട് പറയേണ്ടി വരും. സർക്കാർ നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന NSS. വ്യക്തമായ നിലപാട് പറയാതെ CPM നേതൃത്വം. ഹർജി കോടതിയിൽ വരട്ടെ എന്ന് നിയമമന്ത്രി. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. മാലാഖ കുഞ്ഞിന് വിട. ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ. മല്ലപ്പള്ളിയിലെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസ്. നടപടിക്കെതിരെ സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷം. അക്രമം നടന്നത് ഇന്നലെ നഗരത്തിലെ മാളിനുള്ളിൽ വെച്ച്. CPMുമായി ഇടഞ്ഞ നടൻ പ്രേംകുമാറിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ്. കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന. കോൺഗ്രസ് നേതൃത്വം നടനുമായി ചർച്ച നടത്തി. നിലപാട് പറയാതെ പ്രേംകുമാർ. PK ശശി നിർണായക നീക്കത്തിൽ നിന്ന് സൂചന. MV ഗോവിന്ദന്റെ പാലക്കാട് ജില്ലയിലെ യാത്രയിൽ പങ്കെടുക്കില്ല. അനാരോഗ്യം മൂലമെന്ന് വിശദീകരണം. മണ്ണാർക്കാട് ഗോവിന്ദന്റെ യാത്രയെത്തുക ഇന്ന് വൈകിട്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തർക്കം ഒഴിവാക്കാൻ നീക്കങ്ങൾ. മാധ്യമങ്ങൾക്ക് മുഖം തരാതെ തർക്കം പരിഹരിക്കാൻ നീക്കം. ജോസും റോഷിയും തമ്മിൽ ചർച്ച നടത്തിയേക്കും. പാർട്ടിയിലെ തർക്കം പാലായിൽ ജോസിനെതിരെ ആയുധമാക്കി UDF. പ്രഖ്യാപനത്തിനപ്പുറം സമസ്തയിൽ ഐക്യമുടൻ ഉണ്ടായേക്കില്ല. സുന്നി ഐക്യം പറയുമ്പോഴും വിഭജനകാലം ഓർമ്മപ്പെടുത്തി കാന്തപുരത്തിന് നീക്കം. വിട്ടുപോയവർ മടങ്ങി വരണമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടിനോടും എതിർപ്പ്.